ചങ്ങായിമാരെ നിങ്ങൾ സംഭവം എന്തെങ്കിലും അറിഞ്ഞാ നമ്മളെ സംഖ്യകളില്ലേ, സംഖ്യകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജോരം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പ്രശ്നം. ആരൊക്കെ തമ്മിലാ പ്രശ്നം എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. നമ്മളെ പാലക്കലില്ലേ, ലിസ്ദ പാലക്കല്, പാലക്കലമ്മായും തെക്കിന്റെ കാവിപ്പുട എന്നിട്ട് സംഖ്യയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ സൂരജ് ഉണ്ട്. സൂരജ് തമ്മിലാണ് ജോരം പ്രശ്നം. എന്തിന്റെ പേരിലാ പ്രശ്നം നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട. നിങ്ങൾ ആലോചിക്കേണ്ട നിങ്ങൾക്ക് അത് പിടുത്തം കിട്ടും. പൈസ മുക്കിയിട്ട് അതിന്റെ പേരിലാ പ്രശ്നം. ലിസ്ദ പാലക്കൽ പറഞ്ഞ പിരിച്ച പൈസ സൂരജ് മുക്കിയെന്ന്. സൂരജ് പറഞ്ഞ അയ്യോ ഞാൻ മുക്കുകയില്ല, പാലക്കൽ പണ്ടേ മുക്കലിന്റെ ആളാണ്, പാലക്കലാന്ന് മുക്കിയതാണ് സൂരജ് പറയുന്നത്. നമ്മളിപ്പോ നോക്കുമ്പോൾ ഇവർ രണ്ടാൾ ആരാ മുക്കിയെന്ന് യാതൊരു പിടുത്തില്ല. പക്ഷെ ഒരാൾ മുക്കിയിട്ടുണ്ട്, ഒരാൾ ഉറപ്പായിട്ട് പൈസ മുക്കിയിട്ടുണ്ട്, അത് ഉറപ്പാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ തെക്കിന്റെ കാവിപ്പുടയിലെ സൂരജ് ഇല്ല അഡ്മിൻ മൂപ്പർ ഒരു പോസ്റ്റ് ഇട്ട് 50,000-ഓളം ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടോ മൂപ്പറിട്ട പോസ്റ്റിലാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. അതായത് നമ്മളെ പാലക്കളമയിൽ ഒരു അടിപൊളി ഗ്ലാമർ ഫോട്ടോ ഈ സൂരജ് ആ ഫോട്ടോ ഇട്ടുണ്ടല്ല, അതിന്റെ അടിയിൽ വേണ്ടാത്തൊരു ഡയലോഗ് ഇട്ട് ആ ഡയലോഗ് ഞാൻ വായിച്ചുതരാം. വാ, ഈ ഉടായിപ്പിനെ കണ്ടാൽ അല്പം അകലം പാലിക്കണം. ആരെ കണ്ടാല് നമ്മളെ പാലക്കളമ്മ എന്താ വിളിച്ചത്? ഉടായിപ്പ്. ആരാ? പാലക്കളമ്മ. നമ്മൾ ഇത്രയും നല്ല തങ്കക്കുടമ്പലത്തെ പാലക്കളമ്മ ഉടായിപ്പ് എന്ന് പറയണമെങ്കിൽ പാലക്കളമ്മ എന്തോ ഒരു ഉടായിപ്പ് അതിൽ കാണിച്ചിട്ടുണ്ടാവും ഉറപ്പ്. പാലക്കളമ്മ എല്ലെങ്കിലേ ഉടായിപ്പിന്റെ ആളാണ്. അപ്പൊ അവിടെ പോയിട്ട് കൊല്ലത്തെ ഗ്രൂപ്പ് പോയിട്ട് ഉടായിപ്പ് എന്തായാലും കാണിച്ചിട്ടുണ്ടാവും. ഞാൻ അതിന്റെ താഴെ വന്ന കമന്റ് വായിച്ചു നോക്കുമ്പോ സംഭവം തന്നെ പാലക്കളമ്മയെ കുറിച്ച് ഒരാള് നല്ലത് പറയുന്നില്ല. വന്നോനും പോന്നോനും പാലക്കളമ്മയെ കുറിച്ച് മോശം മാത്രമേ പറഞ്ഞുള്ളൂ. ലാസ്റ്റ് ഉണ്ടല്ലോ പാലക്കളമ്മ സ്വന്തം ഫേക്ക് ഐഡി വന്നിട്ട് ആ പറയുന്ന ആളെല്ലാം തിരിച്ചു തെറി വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്തൊക്കെ പറയുമ്പോൾ ഇവന്റെ പോസ്റ്റ് കാണുമ്പോൾ പാലക്കളമ്മ തന്നെയാണ് പൈസ മുക്കിയതാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എന്താ ചെയ്യാ, അപ്പൊ തന്നെ പാലക്കളമ്മ തിരിച്ചൊരു പോസ്റ്റ് ഇട്ട് ഇവനെതിരെ ഒരു അടിപൊളി മനോഹരമായ ഒരു പോസ്റ്റ് ഇട്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ വായിച്ചത് നിങ്ങൾക്ക്. തെക്കിന്റെ കാവിപ്പട എന്ന ഫേസ്ബുക്ക് പേജ് വഴി നേതാക്കന്മാരുടെ പേരും വെച്ച് പിരിവ് നടത്തി അത് കണ്ടുപിടിച്ച് എനിക്കെതിരെ സൂരജ് പുനലൂർ എന്ന അഡ്മിൻ വ്യക്തിഹത്യാ പോസ്റ്റുകൾ ഇടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനെതിരെ ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, കേസെടുത്തു. ഇതിനായി എന്നെ സഹായിച്ച കൊല്ലം ജില്ലയിലെ പാർട്ടി നേതാക്കന്മാർ, സുഹൃത്തുക്കൾ ഒരുപാട് നന്ദി. ഇവന്റെ തട്ടിപ്പ് ജനങ്ങളിലെത്തണം. ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ ക്യാഷ് പിരിക്കുക എന്ന ലക്ഷ്യം മാത്രം എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും പ്രതികരിക്കില്ല പോലും. വെള്ളമടിച്ച് ക്രിമിനലാവും സൂരജ് പുല്ലൂക്കാരൻ. വെള്ളമടിച്ചാൽ ഇവൻ ക്രിമിനലാവുമല്ലോ. വെള്ളമടിച്ചില്ലെങ്കിൽ സംഘികളെല്ലാം ക്രിമിനലാണ്. എന്റെ പാലക്കളമായി അല്ല, നിങ്ങൾ തന്നെ പറഞ്ഞ കൊല്ലത്ത് നിങ്ങളെ സംഘികളെല്ലാം പറഞ്ഞു ഇവൻ ഭയങ്കര കുഴപ്പമാണ്, ഇവൻ ഭയങ്കര ക്രിമിനലാണ്. എന്നിട്ട് ഇവനെ നിങ്ങൾ ഇപ്പോഴും ആ പാർട്ടി തന്നെ വെച്ച് നിൽക്കുന്നുണ്ടല്ല. ഇവന് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടെന്നും പറഞ്ഞു, ഇവൻ ഒരുപാട് പിരിവ് നടത്തുന്നെന്നും പറഞ്ഞു. അപ്പൊ നിങ്ങളെല്ലാം കൂടിയുള്ള പരിപാടി ഇല്ല ഇത് പാലക്കളമായി. എന്തായാലും നമ്മളെ പാലക്കളമ്മ ഈ ഒരു പോസ്റ്റ് അവാർഡ് മറ്റോ കട്ട് എന്നുള്ള പോസ്റ്റ് അവാർഡ് മറ്റൊന്നുണ്ടല്ല നമ്മളെ സൂരജ് ഓനൊരു പോസ്റ്റ് ആദ്യം ഇട്ട്. ആ പോസ്റ്റിലുണ്ടല്ലോ ഇവ മൊത്തം കണക്ക്, ഇവ പിരിപ്പിച്ച കണക്ക് മൊത്തം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഉറുപ്പ്യ കണ്ടില്ല എന്നാണ് സൂരജ് പറയുന്നത്. ഈ സൂരജ് എന്ന് പറഞ്ഞ സംഖ്യയില്ല, ഓന്റെ ഭാഗം വെളുപ്പിച്ച വാർഡ് നമ്മളെ പാലക്കളമ്മയെ പൊട്ടില്ലേ. പാലക്കളമ്മയ്ക്ക് പിന്നെ പാലക്കളമ്മയെ വെളുപ്പിക്കണല്ലോ. പാലക്കളമ്മ അപ്പം തന്നെ ഇന്നലെ പാതിരാത്രിക്ക് വല്ലം നോക്കാനുണ്ടല്ലോ ഒരു ലൈവും കിട്ടും. ലൈവ് എന്നെല്ലാം പറഞ്ഞ ഒന്നൊന്നര ലൈവാണ്. ഈ ലൈവിന് മുന്നേ ഉണ്ടല്ലോ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടാ. ഇവര് രണ്ടാളിൽ ആരാണ് കള്ളൻ ഇതുവരെ തീരുമാനമില്ല കേട്ടാ. ആരോ ഒരാള് കള്ളനെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒന്നാമത്തെ കാരണം ഉണ്ടല്ലോ ഇവർ രണ്ടാളുണ്ടല്ലോ മുഖം പിടിച്ച് നല്ല കഴിവുള്ള ആൾക്കാരാണ്. നമുക്കെന്താ ഇനി പാലക്കളമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയെറിയുന്ന മനോഹരമായ വാരിയെറിയുന്ന വീഡിയോ കണ്ടാലോ. ഈ വീഡിയോ കാണുമ്പോഴല്ലോ നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ പാലക്കളമ്മയുടെ വായുന്നുണ്ടല്ല സ്വന്തം ഉടായ്പ് അറിയാതെ പുറത്തു വരുന്നുണ്ട്. അതും കൂടി നിങ്ങൾ കേൾക്കണം കേട്ടാ. എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ പോസ്റ്റ് ഇടാൻ കാരണം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ ഒരു ലൈവ് ഇടുന്നത്. എന്തായാലും ഞാൻ ലൈവിലേക്ക് കിടക്കാം. തെക്കിന്റെ കാവിപ്പട എന്ന് പറയുന്ന ഒരു പേജും വാട്സപ്പ് കൂട്ടായ്മയും, ആ വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരു സൂരജ് പുനലൂർ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. വളരെ ക്രിമിനൽ ആയിട്ടുള്ള ഒരുത്തനാണിത്. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്. കാരണം കുറേ മുന്നേ എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ടൊരു പോസ്റ്റ് ഇട്ടു. ഞാനൊരു ചോദ്യം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു, ഇതിനെതിരെ ചോദ്യം ചെയ്തൊരു വ്യക്തി. ഈ ഗ്രൂപ്പിൻ്റെ അത് എന്നെ ആക്കിയത് ഈ സൂരജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, സൂരജ് പുനലൂർ. ഈ ചങ്ങായിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചങ്ങായി വെറും വെള്ളത്തിൽ രാത്രികാലങ്ങളിൽ വെള്ളത്തിലാണ് സംസാരിക്കുക. ലേഡീസിന്റെ ഇൻബോക്സിൽ പോയിട്ട് പിന്നെ ഇവൻ നേതാക്കന്മാരുടെ പേരും വെച്ചിട്ട് വളരെ എന്താ പറയേണ്ടത്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇവിടുത്തെയാണ് അവിടുത്തെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവൻ ചെയ്യാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മളെ കൂടെയുള്ള ഒരു സംഘപ്രവർത്തകർ എന്ന രീതിയിലായിരുന്നു ഞാൻ ആദ്യമൊക്കെ ഇവനെ കണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ മുതൽ, അതായത് സുരേഷ് ഗോപി സാറിന്റെ പേജല്ല, ഒരു എന്റെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞുള്ള ഒരു പേജിന്റെ അകത്ത് ആ പേജും പാല എന്ന് പറയുന്ന ഒരു പേജും തെക്കിന്റെ കാവിപ്പട എന്ന് പറയുന്ന ഒരു പേജും ഈ ചങ്ങായിയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഗ്രൂപ്പിലിട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചത് സുരേഷ് ഗോപി സാർ അറിഞ്ഞിട്ടാണോ? ഇത് മാത്രമാണ് ഞാൻ ചോദിച്ചത്. ഇത് സുരേഷ് ഗോപി സാർ അറിഞ്ഞിട്ടാണോ? കാരണം ആ ഗ്രൂപ്പിൽ ഫണ്ട് പിരിവുണ്ട്. ആ നാളെ എന്തെങ്കിലും ഈ പിരിവിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു സംസാരം വന്നിട്ടുണ്ടെങ്കിൽ അത് ആരെ പേരിലാണ് ഉണ്ടാകുക? ആ പേജിന്റെ അകത്തും അതിട്ടിട്ടുണ്ട് പോസ്റ്റ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ഈ ഗ്രൂപ്പിൽ തന്നെ ഞാൻ ചോദിച്ച സമയത്ത് ഇവൻ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട്
മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. വളരെ മോശമായിട്ട്, വളരെ മോശമായിട്ട്. ഒരു വെള്ളം അടിച്ചിട്ടാണോ പറയുന്നതൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ വോയിസുകൾ നിങ്ങൾക്ക് തന്നെ ചെയ്തുതരാം, കേൾപ്പിച്ചുതരാം. ഒരാണിന്റെ ഭാഗത്തുനിന്ന് വരാത്ത മെസ്സേജുകളാണ് ഇവന്റെ ഭാഗത്തുനിന്ന് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ കൊല്ലത്തുള്ള യുവമോർച്ചയുടെ ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് എനിക്ക് അറിയാൻ പറ്റിയത് ഇവ മഹാ ഫ്രോഡാണ്. ഇവനിങ്ങനെ കുറേ പിറ്റിക്കലായിട്ട് നടക്കുന്ന ഒരാളാണ്. വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ എടുക്കുന്ന പൈസ ചോദിക്കുന്നുണ്ട്, കുറേ വോയിസുകൾ കിട്ടി, എല്ലാം കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലല്ലോ. പക്ഷേ ഈ ചോദ്യം ചെയ്തതിന് ശേഷം ആ പേജിൻ്റെ അകത്ത് എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് വന്നു. ഇത് ഞാൻ ഒരുപാട് തവണ നമ്മൾ ഈ സ്നേഹക്കൂടാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ അമ്മമാർ തലശ്ശേരി അമ്മമാർക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാനത് ഇത് വിളിച്ചു പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നായാലും ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മളൊരു വീടെടുത്ത് കൊടുക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ സ്ഥലത്തിന്റെ പേര് പറയാൻ പറ്റില്ല, കാരണം അവർക്കത് CPM നാളെ അവർ ആക്രമിക്കും ഞാനാ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന്റെ കറക്റ്റ് കൃത്യമായ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. ആ ലാസ്റ്റ് നമ്മൾ ലസിത ചേച്ചി പറഞ്ഞില്ലേ ഒരു ചാറ്റിന്റെ കാര്യം, ഒരു വീടെടുത്ത് കൊടുക്കുന്നതിന്റെ കാര്യം, അതെനിക്ക് മനസ്സിലായില്ല. അതായത് പിരിവെടുത്തിട്ട് ആർക്കോ വീടെടുത്ത് കൊടുക്കുന്നുണ്ടെന്നല്ലേ, പക്ഷെ അത് ആർക്കാണ് അതിന്റെ ചെലവ് ഒന്നും പുറത്തു പറയില്ല എന്നാ. ആർക്കാണെന്ന് പറഞ്ഞാൽ CPM ആ വീട് തകർക്കുന്ന, അത് നല്ലൊരു ഉടായ്പ പരിപാടിയാണല്ലോ പാലക്കലമ്മായി. ആർക്കാണ് വീടെടുത്ത് കൊടുക്കുന്നത്, എത്രയാണ് ചെലവ്, ഇതൊന്നും പുറത്തു പറയണല്ല. പേര് തെച്ച് CPM പുറത്തു പറഞ്ഞാൽ CPM ആക്രമിക്കുന്നു, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ല. എന്ത് നല്ല തിരക്കഥ, പൈസ മുക്കാൻ ഇമ്മാതി തിരക്കഥ ഞാൻ എവിടെയും കണ്ടില്ല എന്റെ പാലക്കലമ്മായി. ഇതിപ്പോ വന്നിട്ടുണ്ടല്ലോ നിങ്ങൾ രണ്ടാളും ഒന്നിലൊന്ന് വെച്ചാണ്. പാലക്കലമ്മായി പറഞ്ഞിട്ടില്ല, കൊല്ലത്ത് വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അവൻ ലോക ഉടായ്പാണെന്ന്. അങ്ങനെ ഇത്രയും വലിയ ഉടായ്പായിട്ടാണോ ഓൻ ഇത്രയും കാലം സുരേഷ് ഗോപിന്റെ പേരിലും നിങ്ങളെ സംഖ്യയുടെ പേരിലും ഇത്രയും കുറെ ഗ്രൂപ്പ് ഉണ്ടാക്കി നടക്കുന്നത്? അപ്പൊ ഞാൻ കണ്ടെടുത്തോളം നിങ്ങൾ മൊത്തം ഒരു ടീമായിട്ടുള്ള ഉടായ്പ പരിപാടിയാണ്. ആ ഉടായ്പ പരിപാടിയില് നിങ്ങൾ എല്ലാവരും തമ്മിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അതായത് കിട്ടിയത് വീതം വെക്കുന്നില്ലേ, ആ വീതം വെക്കുന്നതിൽ എന്തോ പ്രശ്നം ഉണ്ടായി. ഒന്നെങ്കിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും 50-50 എന്നായിരിക്കും, പക്ഷെ അത് നടന്നിട്ടുണ്ടാവില്ല. പിന്നെ ലാസ്റ്റ് 40-60 ആയിട്ടുണ്ടാവും, അതും നടന്നിട്ടുണ്ടാവില്ല. ലാസ്റ്റ് 30-70% ഉണ്ടാവും, ലാസ്റ്റ് അതും നടന്നിട്ടുണ്ടാവില്ല. അതിന്റെ മുകളിലാണ് നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായത്. അല്ലാണ്ട് നിങ്ങൾ തമ്മിൽ തെറ്റാൻ വേണ്ടിട്ട് യാതൊരു സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം നിങ്ങൾ രണ്ടാണ്ടല്ലോ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഉടായ്പ ടീമാണ്. നീ തന്നെ ഈ വീഡിയോ പറഞ്ഞു പാതിരാത്രിക്ക് പല സമയങ്ങളിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാറുണ്ട്. അതായത് പലപ്പോഴും അവൻ വെള്ളമടിച്ചിട്ടാണ് സംസാരിക്കാറുള്ളൂ എന്നും നീ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പൊ ഇന്നലെ തൊട്ട് എന്താ നിങ്ങൾ തമ്മിൽ വന്നത്? വേറൊരു കാര്യം കൂടി നീ പറഞ്ഞു, നിന്നെ മാത്രമല്ല അവൻ പാതിരാത്രി അവൻ മെസ്സേജ് അയക്കലെന്ന് പല കുലസ്ത്രീക്കും മെസ്സേജ് അയക്കലുണ്ട് നീ പറഞ്ഞു. അപ്പൊ ആ കുലസ്ത്രീമാർ അവളും തമ്മിൽ വേറെ എന്തോ ചാറ്റിംഗ് ആണ്. പക്ഷെ പാലക്കലമ്മായി നീ ആയിട്ടുള്ള ചാറ്റിംഗ് കിട്ടില്ല, അത് വീതം വെക്കുന്നതിന്റെ ചാറ്റിംഗ് ആണ്. എന്താല്ലേ അവസ്ഥ, എന്ത് മനോഹരമായ ചളിവാരി അറിയില്ലാന്ന് ഈ സംഗീതം തമ്മിൽ. ഇതല്ലേ സംഘികളെ പറയുന്നത്, തട്ടിപ്പ് നടത്തുമ്പോണ്ടല്ല നല്ല മാന്യമായിട്ട് തട്ടിപ്പ് നടത്തണ്ടേ. ഏറ്റവും നല്ല മാന്യമായ തട്ടിപ്പുണ്ടല്ല 50-50 കിട്ടുന്നതന്നെ, അത് 50-50 ആക്കുക. എല്ലാണ്ട് നിങ്ങളെ പഴയ നേതാവല്ലേ ഉള്ളിയാട്ടന് കുഴപ്പണം കിട്ടിയപ്പോണ്ടാ ഉള്ളിയാട്ടം ഒറ്റക്ക് ആർക്കും കൊടുക്കാണ്ട് ഒറ്റക്ക് തട്ടി. അതുകൊണ്ടാണ് നിങ്ങൾ ഉള്ളിയാട്ടന്റെ അധ്യക്ഷ സ്ഥാനം പോയത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് മുക്കുമ്പോണ്ടല്ലോ 50-50 ആർക്കൊക്കെ കൊടുക്കണോ അവർക്കൊക്കെ മുക്കേണ്ട പങ്ക് കൊടുക്കട്ടാ. എന്തായാലും ചങ്ങായിമാരെ, ഞാൻ ഇന്ന് ഇവരെ ഈ സമ്പന്നം പൊക്കിയോണ്ട് നിങ്ങളെല്ലാം കണ്ട്, നാളെ ആകുമ്പോ ഇവർ നേതാക്കന്മാരുടെ ഇടപെട്ടിട്ടുണ്ടല്ലോ, ഇവർ രണ്ടാളിട്ട പോസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇവർ രണ്ടാളെ കൊണ്ട് മുക്കിക്കും. അതായത് ഇവരിട്ട പോസ്റ്റ് അല്ലേ, ആ പോസ്റ്റ് മൊത്തം മുക്കിക്കും. ഇവര് പൈസ മുക്കിയില്ല, ആ പൈസ മുക്കിയ പോലെ തന്നെ പോസ്റ്റ് മുക്കിക്കും. എന്തായാലും സംഖ്യകൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പൈസ മുക്കലും രാത്രിയാകുമ്പോ മുത്തുച്ചിപ്പി ചാറ്റിംഗ് എല്ലാണെന്ന് ഇപ്പൊ മനസ്സിലായേട്ടാ. എന്തായാലും സംഖ്യയുടെ ഉടായ്പകളൊക്കെ പുറത്തുകൊണ്ടുവന്ന കുലശ്രീ സംഘിനി ലസിത പാലക്കലിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.